ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാറ്റ് ടൈംസ്. അപ്പോൾ ഇന്ന് നമ്മൾ മലയാറ്റൂർക്ക് രണ്ടാം വട്ടം പോണതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ ഒരു കപ്പ് ചായയൊക്കെ കുടിച്ച് കട്ടനൊക്കെ അടിച്ച് നമ്മൾ തുടങ്ങി. പിന്നെ അവിടെ ഏകദേശം എത്താറായപ്പോൾ ഒരു വലിയൊരു നെയ് റോസ്റ്റൊക്കെ കഴിച്ച് നമ്മളിതേ അവിടെ എത്തി, മലയാറ്റൂർ എത്തി. ഹർത്താലായതുകൊണ്ട് ആരും വന്നിട്ടില്ല എന്നുള്ള പോലെ ചുട്ട തിരക്കായിരുന്നു. പിന്നെ നമ്മൾ 2-3 കുരങ്ങന്മാരൊക്കെ കണ്ട് മലയൊക്കെ കയറി അങ്ങോട്ട് മേലെത്തിയപ്പം വലിയ വലിയ കുരിശുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യത്തെ വട്ടം പോയപ്പോൾ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കിയപ്പോൾ കുറേ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ച് മെഴുതിരിയൊക്കെ കത്തിച്ച് പിന്നെ നമ്മളവിടെ എത്തി എന്നുള്ളതിൻ്റെ സൂചനയ്ക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ് എടുക്കുക എന്നുള്ളത് പിന്നെ നമുക്ക് മാൻഡറ്ററി ആണല്ലോ. പിന്നെ ഈ ഗിരിമോനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാഴ്ചകളും ഒക്കെ കണ്ട് ഞാൻ പിന്നെ വരുന്ന വഴിക്ക് മലയണ്ണാനൊക്കെ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ. നമ്മൾ പിന്നെ നേർച്ച പായസമൊക്കെ മേടിച്ചിട്ട് അടിവാരത്തെ പള്ളിയുടെ അവിടേക്കാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ കണ്ട് പിന്നെ നമ്മളൊരു എഗ് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ റൂട്ട് മാപ്പ് നേരെ ഇടുന്നത് ഒരു ട്രിപ്പ് വൈബ് എന്നുള്ള പോലെ പാനിയേൽപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇപ്പം അത്യാവശ്യം കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്നൊരു 10 കിലോമീറ്ററായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കൊരു 50 രൂപയായിരുന്നു കേട്ടോ അഡൾട്ടിനൊക്കെ അങ്ങോട്ടേക്ക് എൻട്രി ഫീസ്. അവിടെ ഏറുമാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ വരിപ്പുത്തി അങ്ങ് വലിഞ്ഞ് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് പിന്നെ അവിടെ ഊഞ്ഞാലും അങ്ങനെ നമുക്ക് അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ ബെസ്റ്റ് ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോസൊക്കെ നമ്മൾ എടുത്ത് കൊടുക്കുകയാണ്. അച്ഛൻ ജസ്റ്റ് ഒന്ന് കിടന്നപ്പോൾ അവിടെ പൂമ്പാറ്റകൾ വന്ന് പൊതിഞ്ഞിട്ട് അച്ഛന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ നമ്മളങ്ങനെ നേരെ പോയി അവിടുത്തെ ആ വെള്ളത്തിലൊക്കെ നമ്മൾ കാലൊക്കെ ഇട്ടിരുന്നു. പക്ഷേ മീനൊന്നും എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. എന്താണാവോ അത് അങ്ങനെ. പിന്നെ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, ഒരുപാട്. അപ്പം എല്ലാവരും ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആരും അങ്ങനെ മാറി നിൽക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമൊന്നും ഇറങ്ങിയില്ല, പക്ഷേ പിന്നെ എൻ്റെ കൺട്രോൾ പോയി തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് അതിലേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ മരത്തിമൊക്കെ കയറിയിരുന്ന് കാലൊക്കെ നാട്ടി അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങി. പിന്നെ നമ്മളൊരു ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ കയറി കുറച്ച് സ്നാക്ക് ഐറ്റംസൊക്കെ കഴിച്ച് ഒരു നല്ലൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെയും യാത്ര തുടങ്ങുകയാണ്. പിന്നെ നമ്മൾ നേരെ പോയത് ഹൈലൈറ്റ് മാളിലാണ് കേട്ടോ. അപ്പോൾ അവിടെയും നമ്മളിതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ശരി കസിൻസൊക്കെ ആയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ രീതിയിൽ ഡ്രസ് ചേഞ്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെന്താ അവിടുത്തെ എല്ലാ ഷോപ്പിലും കയറുക, വല്ല നോക്കുക, അവിടെ തന്നെ വയ്ക്കുക. നമ്മളൊന്നും മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാത്ത കാരണം ഒന്നും മേടിച്ചൊന്നുമില്ല. പക്ഷേ അവിടെ കുറച്ച് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതെല്ലാം ഒന്ന് നോക്കി അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഫുഡ് കോർട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വീട്ടിൽ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് അവർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അവിടുത്തെ ലുലുവിലൊക്കെ കയറി അവർക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ ചോക്ലേറ്റ്സും ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ തപ്പി തിരഞ്ഞ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ശരി നിങ്ങളെ കാണിക്കാമെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ പതുക്കെ നമ്മളുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ അടിപൊളി ഫുഡൊക്കെ കഴിച്ചു.